കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ ചീഫ് സെക്രട്ടറിയാക്കി പൊതുഭരണ വകുപ്പ്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. പൊതുഭരണ വകുപ്പിന് സംഭവിച്ച ഗുരുതരമായ പിഴവ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. ഒരു സാധാരണ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ ഒറ്റയടിക്ക് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയാക്കി നിയമിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവാണ് വകുപ്പിൽ നിന്ന് പുറത്തിറങ്ങിയത്. കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് വിവാദത്തിന് ആസ്പദമായ ഉത്തരവ് പൊതുഭരണ വകുപ്പ് പുറപ്പെടുവിച്ചത്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റായ പ്രദീപ് കുമാറിനെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ളതായിരുന്നു ഫയൽ. എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലെ നിലവിലെ ഒഴിവിൽ എന്ന് രേഖപ്പെടുത്തുന്നതിന് പകരം ചീഫ് സെക്രട്ടറിയുടെ നിലവിലെ ഒഴിവിൽ പ്രദീപ് കുമാറിനെ നിയമിക്കുന്നു എന്നാണ് ഉത്തരവിൽ അച്ചടിച്ചു വന്നത്. തൃശൂർ കോർപ്പറേഷന്റെ ലീഗൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ തർക്കവും ഗ്രൂപ്പ് പോരും രൂക്ഷമാകുന്നു. എറണാകുളം MP ഹൈബി ഈഡന്റെ ഭാര്യ അഡ്വക്കേറ്റ് അന്ന ലിൻഡ ഈഡനെ പാനലിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നീക്കമാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തെയും അണികളെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിലെ സജീവ പ്രവർത്തകരായ നിരവധി അഭിഭാഷകരെ അവഗണിച്ചുകൊണ്ട് പുറത്തുനിന്നുള്ളവർക്ക് മുൻഗണന നൽകുന്നത് സ്വജനപക്ഷപാതമാണെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ ശക്തമായിട്ടുണ്ട്. INTUC നേതാവ് R ചന്ദ്രശേഖരൻ പ്രതിയായ കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ സംസ്ഥാന സർക്കാരിനും കശുവണ്ടി വികസന വകുപ്പ് സെക്രട്ടറിക്കുമെതിരെ കടുത്ത പരാമർശങ്ങളുമായി ഹൈക്കോടതി. കേസിൽ ചന്ദ്രശേഖരൻ അടക്കമുള്ള പ്രതികളെ വിചാരണ ചെയ്യാൻ CBIക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച വിവാദ ഉത്തരവാണ് കോടതിയുടെ കടുത്ത അതൃപ്തിക്ക് കാരണമായത്. തുടർ നടപടികളുടെ ഭാഗമായി കശുവണ്ടി വികസന വകുപ്പ് സെക്രട്ടറി K ബിജുവിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കാൻ ജസ്റ്റിസ് A ബദറുദ്ദീൻ ഉത്തരവിട്ടു. പത്തനംതിട്ടയിൽ ഓപ്പറേഷൻ തൂഫാൻ സംഘം മദ്യപിച്ച് വാഹനമോടിച്ച് പരക്കം പാഞ്ഞ സംഭവം വലിയ വിവാദമാകുന്നു. പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയാകും വിധം അലക്ഷ്യമായി ജീപ്പ് ഓടിച്ച ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ 3 സിവിൽ പോലീസ് ഓഫീസർമാരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. സുമൻ, പ്രിയേഷ്, രാഹുൽ എന്നിവർക്കെതിരെയാണ് കർശന നടപടി സ്വീകരിച്ചത്. തിരുവനന്തപുരം നഗരസഭയിലെ വാഴട്ടുകോണം വാർഡ് BJP കൗൺസിലർ R സുഗതനെതിരെ ചുമത്തിയ കാപ്പ കേസ് 6 മാസം കൂടി തുടരും. കേസ് പിൻവലിക്കണമെന്ന സുഗതന്റെ ആവശ്യം കാപ്പ ഉപദേശ സമിതി പൂർണ്ണമായി തള്ളി. ഇതോടെ അടുത്ത 6 മാസത്തേക്ക് സുഗതന് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കാൻ കഴിയില്ല. കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്യാൻ മുന്നിൽ 2 ആഴ്ച മാത്രം സമയം ബാക്കി നിൽക്കെ പുറത്തുവന്ന ഉപദേശക സമിതിയുടെ ഈ തീരുമാനം തിരുവനന്തപുരം നഗരസഭയിലെ BJPക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 2 ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൈനിക സംഘർഷം അതിരൂക്ഷമാകുന്നു. ബഹ്റൈനിലും കുവൈറ്റിലും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തിയ വൻ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ മുൻപ് നിലനിന്നിരുന്ന താൽക്കാലിക ധാരണാപത്രം ഔദ്യോഗികമായി അവസാനിപ്പിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. 2026 FIFA ലോകകപ്പ് അതിന്റെ ഏറ്റവും ഉദ്വേഗഭരിതമായ ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിലേക്ക് കടക്കുന്നു. പ്രാരംഭ റൗണ്ടിൽ 48 രാജ്യങ്ങളിൽ നിന്ന് സ്വപ്ന കിരീടത്തിന് അടുത്തെത്തിയ അവസാന 8 ടീമുകളുടെ ചിത്രം ഒടുവിൽ തെളിഞ്ഞു. മൊറോക്കോ, ഫ്രാൻസ്, നോർവേ, ഇംഗ്ലണ്ട്, സ്പെയിൻ, ബെൽജിയം, അർജന്റീന, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളാണ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ യോഗ്യത നേടിയത്. കള്ളാടി മണ്ണിടിച്ചിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ എംബാം ചെയ്ത് കൈമാറി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും എംബാം നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനിയായ DBL അധികൃതർക്ക് മൃതദേഹങ്ങൾ കൈമാറിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PM മൊയ്തീൻ ഷാ അറിയിച്ചു. ഡൽഹിയിൽ 23-കാരിയായ മലയാളി വിദ്യാർത്ഥിനിയെ കാണാനില്ലെന്ന് പരാതി. ജാമിയ മില്ല സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയായ തിരുവനന്തപുരം സ്വദേശിനി അഫിയ അയൂബിനെയാണ് കാണാതായത്. ഇന്നലെ രാത്രി 11:30-ഓടെ ഒഖ്ലയിൽ നിന്നാണ് കാണാതായതെന്നും ഫോൺ മുറിയിൽ വെച്ചാണ് പോയതെന്നും പോലീസ് പറഞ്ഞു. ജനയുഗം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.